എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് വൈദ്യുതി മാത്രമേ ഉള്ളൂ. വൈദ്യുതി കൊണ്ടൊരു എളുപ്പത്തിലൊരു കറിയാണ് കേട്ടോ. സിമ്പിളായൊരു ഒഴിച്ച് കറിയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വൈദ്യുതി ഒന്ന് മുറിച്ചെടുക്കാം. അതുപോലെ വേറെ ആൾക്കാരുടെ നോക്കണം. മുരുളി അങ്ങനെ ഇത് നല്ല ക്ലീൻ വൈദ്യുതിങ്ങ അങ്ങനെ മുറിക്കണം കേട്ടോ. വഴുതിരിങ്ങ മീൻകറിയാണോ? മീൻകറിയല്ലേ, സിമ്പിളായ കറി. നോക്കി 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 അറിയില്ലേ. ഇത് കേടൊന്നുമില്ല കേട്ടോ. ഒരു 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് തിരുമ്മി വയ്ക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് തിരുമ്മി വെച്ചു കേട്ടോ. അതിവിടെ ഇരിക്കട്ടെ, നമുക്ക് കറി വയ്ക്കാം. ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 20 ചെറിയ ഉള്ളി, ഉള്ളി ചെറുതാണ്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഉള്ളി നന്നായി വഴണ്ട് വരട്ടെ. ഉള്ളി നന്നായി വഴണ്ട് വന്നു. ഇത് തീ കുറയ്ക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മൂന്ന് ടീസ്പൂൺ മുളക് പൊടി. എരിവില്ലാട്ടോ മുളക് പൊടി കാര്യമായിട്ട്. പൊടികളുടെ പച്ചമണം ഒന്ന് പോട്ടെ. പൊടികളുടെ പച്ചമണം പോയി. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ആവശ്യത്തിന് പുളിവെള്ളം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കട്ടെ. നന്നായി തിളക്കട്ടെ. നമ്മുടെ ചാറ് തിളച്ചാൽ നോക്കുക. നന്നായി തിളക്കണം കേട്ടോ. അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. ഈ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായി വേകട്ടെ കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുക. വേഗം
നമ്മുടെ കറി വെന്താ നോക്കാം. ഓ കറിയൊക്കെ നന്നായി കുറുകിയിട്ടാ. അതാ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി താളിക്കൊന്നും വേണ്ട. ഇനി ഒരു തണ്ട് കറിവേപ്പില ഇട്ടു കൊടുക്കും. അപ്പോൾ നമ്മുടെ സൂപ്പർ വഴുതനങ്ങ പുളിങ്കറി വേണ്ട, അടിപൊളിയിട്ടാ. അങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. ക്യാരറ്റ് മുറിക്കണം കേട്ടോ. ക്യാരറ്റ് ഉപ്പേരി വയ്ക്കേ. വലിയ ക്യാരറ്റ്. വെയിലില്ല അല്ലേ? ഇന്ന് മൂടി കെട്ടിയ പോലെ നിൽക്കണം. ക്യാരറ്റ് നുറുക്ക ഒരു പാടം തന്നെയാണ്. ബീറ്റ്റൂട്ടും മണിക്കൂറോളം അരിയണം. ക്യാരറ്റ് ഉപ്പേരി വയ്ക്കാണ്ട് ഒക്കെ തേങ്ങയില്ലാത്ത കറിയാണ്. 2 ദിവസം അടുപ്പിച്ച് തേങ്ങ വരുന്നു. സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പില. ക്യാരറ്റ് അത്രേ ഉള്ളൂ. ചോറ് കൊടുക്കുക കേട്ടോ ഉണ്ണിക്ക്. എൻ്റെ വഴുതനങ്ങ പുളിങ്കറി ഇന്ന് വെക്കാത്തവർ വെച്ച് നോക്കുക കേട്ടോ. ഇത് ഉണ്ണി വെക്കാൻ പറഞ്ഞിട്ട് ഈ കറി വെച്ചാണ്. ബീറ്റ്റൂട്ട് അല്ല ക്യാരറ്റ് അച്ചാർ വേണം. അച്ചാർ വേണം കിട്ടോ? അച്ചാർ കഴിഞ്ഞു നേരത്തെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടോ. കുറച്ച് കൂടുതൽ ഇനി സ്കൂളിലേക്ക് തന്നെ ഉള്ളൂ. കുറച്ചും കൂടി ബാ. ഇത് ഉണ്ണിക്ക് ചോറാക്കണ്ടാ. സ്കൂളിലേക്കാണ്. ഇതിപ്പോൾ കഴിക്കാനും കൊടുത്തു. അച്ചാർ എന്തിലാക്കുക? ഉപ്പേരി എന്തിലാക്കുക? ചോറില് ഈ വഴുതനങ്ങ കറി തന്നെ സ്കൂളിലേക്ക് കിട്ടാണ്. എന്താ ചൂട്? അടിച്ച് പൊളിച്ച് കഴിക്കാം. നല്ല ചൂട്. അടിപൊളി പിടിക്കാത്ത ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇന്നൊക്കെ തേങ്ങയില്ലാത്ത കറിയാണ്. ഇത് ഞായറാഴ്ച വാങ്ങിയ പേരക്കയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് പേരക്കാന്നല്ല പറയുക, കൊയ്യാക്കാന്നാണ് കേട്ടോ പറയുക. പേരക്ക ഞങ്ങളുടെ നാട്ടിൽ വേറെയാണ്. എന്താ സാധനം? അത് സബർ ജില്ലയില്ലേ, എന്താ പറയുന്നത്? വേറൊരു ഇതില്ലേ കൊയ്യ, ഇതുപോലത്തെ പേരക്ക പോലത്തെ വേറൊരു കായില്ലേ, അതിനാണ് ഞങ്ങളുടെ അവിടെ പറയുക. അയ്യോ ഇതെന്താ വില, മുറിച്ചിട്ട് മുറിയില്ല. കൊയ്യാക്കൻ്റെ ഉള്ളിൽ കുരുണ്ടാ അത്ര വലുത്? ഭയങ്കര ദൈവം, കഴിക്കാൻ നേരം കിട്ടിയിട്ടില്ല. Is this പേരക്ക or എന്താ വെറും പച്ച നാടൻ തന്നെ തോന്നൂട്ടാ. നാടിൻ്റെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. ഞാൻ പിന്നെ കഴിക്കാത്തതുകൊണ്ട് അറിയാറില്ല. ഉണ്ണി കഴിക്കില്ല കേട്ടോ, ഞാനും ആട്ടൻ തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.